അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഒന്നാം ഖലീഫയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുമായിരുന്നു. ആകാശാരോഹണം കഴിഞ്ഞ് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നിവാസികളോട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു: ഇന്നലെ രാത്രി അള്ളാഹു എന്നെ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. ഇത് കേട്ട ബഹുദൈവാരാധകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്ന ചിലർക്കും സംശയം തോന്നി തുടങ്ങി. ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് അവിടെയൊക്കെ പോയി മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നെന്നോ? മുസ്ലിമായിരുന്ന പലരും ഇസ്ലാം വിട്ട് അവിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവർ നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അദ്ദേഹത്തിലെ ഇസ്ലാമിലുള്ള വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസവും ചങ്ങാത്തവും അവർക്ക് നന്നായി അറിയാം. ഇതൊക്കെയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതും. പ്രയാണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് അവർ വിസ്തരിച്ചു. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അന്താളിച്ചു: നിങ്ങൾ മുഹമ്മദിൽ കളവ് ആരോപിക്കുകയാണോ? ഇല്ല, ഇപ്പോൾ മുഹമ്മദ് അത് തന്നെയാണ് സംസാരിക്കുകയാണ്. അവർ ഗൗരവത്തിൽ പറഞ്ഞു. ധൈര്യം കൈവരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു: മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഞാനും വിശ്വസിക്കുന്നു. പുറമേ രാപ്പകൽ ഭേദമന്യേ ആകാശലോകത്തു നിന്ന് എൻ്റെ കൂട്ടുകാരന് ദൈവിക വെളിപ്പാടുകൾ വരുന്നുണ്ടെന്ന് എന്നോട് പറയുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിനേക്കാൾ അസാധാരണമായ നിങ്ങൾ പറയുന്നതിൽ എന്താണുള്ളത്? താമസിയാതെ പള്ളിയിൽ ചെന്ന് അബൂബക്കർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിനെ വർണ്ണിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടു. വിശദീകരണം പൂർത്തിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അങ്ങ് പറയുന്നത് സത്യമാണ്. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് പേരിട്ട് വിളിച്ചത്.